ഹായ് ഓൾ, വെൽക്കം ടു സഫ. ഇന്ന് നമ്മൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിനോൺ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. ആൻഡ് എത്ര മീറ്റർ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ട് പോവുക കേട്ടോ. സ്ക്രീൻഷോട്ട് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ എത്ര മീറ്റർ ആണ് വേണ്ടതെന്നുള്ളതും കൂടി അയച്ചിട്ട് പോവാം. ആൻഡ് ഓർഡർ പ്രോസസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ചാറ്റ് ബോക്സിൽ നിന്ന് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ചിനോൺ സിൽക്ക് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിരിക്കും. ഇത് ജോർജറ്റ് ആൻഡ് ഒരു ഷിഫോൺ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സിൽക്ക്, അതായത് ജോർജറ്റ് പോലെ അല്ലെങ്കിൽ ഷിഫോൺ പോലെ ഫ്ലോയി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതിലേക്ക് കുറച്ചൊരു സിൽക്കിന്റെ കണ്ടന്റും കൂടെ ഉള്ളൊരു ടൈപ്പാണ് ചിനോൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ. നമ്മളിതിന് മുന്നേ ഒത്തിരി പ്രാവശ്യം റീസ്റ്റോക്ക് ആയിട്ടും അതിന് പല കളേഴ്സ് ആഡ് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒത്തിരി കസ്റ്റമേഴ്സ്, ഒത്തിരി ഫാൻസ് ഉള്ളൊരു ഫാബ്രിക്കാണിത്. ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്നതും സെയിം ആ ഒരു ഫാബ്രിക്കാണ്. അതിലേക്ക് ചെറിയൊരു യോക്കൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സ്ലീവ്സും വേറൊരു ഫാബ്രിക് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എ ലൈൻ ആണ് ചെയ്തിരിക്കുന്നത്. സോ നല്ല ഫ്ലെയർഡ് ആയിട്ടും സ്ലിറ്റർ ടോപ്പ് ആയിട്ടും ഏത് പാറ്റേണിലും വേണമെങ്കിലും ഫ്രോക്ക് ആയിട്ടും സ്കേർട്ടിനും ടോപ്പിനും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്ന ഫാബ്രിക്കാണ്. ആൻഡ് ഇത് ഒരു സിൽക്കാണ്, സിൽക്ക് മിക്സ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു സിൽക്കിന്റെ ഫിനിഷിങ് ഉണ്ടാവും, ഒരു ചെറിയൊരു സിൽക്ക് ഫിനിഷിന്റെ ഒരു ഗ്ലോയി ആയിട്ടുള്ള ഒരു നേച്ചറിലാണ് ഫാബ്രിക് വരുന്നത്. ആൻഡ് നല്ല ഫ്ലോയി ആണ്. ആൻഡ് നമുക്ക് ടോപ്പും ബോട്ടവും ദുപ്പട്ടയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇത്. ദുപ്പട്ടയാക്കുവാണെങ്കിൽ കണ്ടോ, ഇത് കണ്ടോ, നല്ല തിന്നായിട്ട്, ഇത് അകത്തെ പോർഷനാണ് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത്. ഒത്തിരി ചുളുങ്ങി വന്നിരിക്കത്തില്ല, അങ്ങനെ ടൈം ചെയ്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ഇങ്ങനെ വരും. ദുപ്പട്ടയായിട്ടാണെങ്കിൽ ജസ്റ്റ് ദുപ്പട്ടയായിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ടോപ്പും ബോട്ടവും ദുപ്പട്ടയായിട്ടും എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. ആൻഡ് ഹാൻഡ് വർക്ക് ചെയ്യാനും ബീഡ്സിന്റെ വർക്ക് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സാരി ആയിട്ട് യൂസ് ചെയ്യാം. 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാനുള്ളൂ. ഇന്ന് നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക്. ഇതിന്റെ ഒരു നേച്ചർ കണ്ടല്ലോ അല്ലെ, ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു നേച്ചർ മനസ്സിലാവും. ഇതാ ഇങ്ങനെ വരും. ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക്. 220 ആണ് പെർ മീറ്റർ റേറ്റ്. 220 പെർ മീറ്റർ വരുന്നു. നെക്സ്റ്റ് എല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മൾ ചിനോൺ സിൽക്കിൽ ചെയ്തിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇതൊരു മെറ്റാലിക് ചോക്ലേറ്റ് ഷെയ്ഡാണ്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതൊരു റെയർ ഷെയ്ഡാണ്. ഭയങ്കര എൻക്വയറി. ഇത് ഇപ്പം തന്നെ തീരും കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്റർ എങ്കിലും നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്തിട്ടുണ്ട്. 500 മീറ്റർ ഏറ്റവും കുറഞ്ഞത് കേട്ടോ. അതിലും കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ്. ഇതാ ഇത് കണ്ടോ, നല്ലൊരു റെയർ ഷെയ്ഡാണ്. ഞാൻ ഈ റാണിയുടെ പുറത്ത് വയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. ഇത് കണ്ടോ, നല്ലൊരു റെയർ ഷെയ്ഡാണ്. ദുപ്പട്ടയും ടോപ്പും ബോട്ടവും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ബാലൻസ് ഏതെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ യോക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. സെയിം കളറും കോൺട്രാസ്റ്റ് കളറിലുള്ളതും വെച്ച് നമുക്ക് യോക്ക് കൊടുക്കാം. ഇങ്ങനെ വരും. 220 പെർ മീറ്റർ. നെക്സ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഷെയ്ഡാണ്. ഇത് വരുന്ന ഒരു പീകോക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഒരു ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു റെയർ ഷെയ്ഡാണ്. പണ്ട് വെൽവെറ്റിലൊക്കെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുമായിരുന്നു. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ടോപ്പും ബോട്ടവും ദുപ്പട്ടയായിട്ട് ഇത് ഈ സെയിം തന്നെ ചെയ്തിട്ടാൽ മതി. ഭയങ്കര ഭംഗിയായിരിക്കും. പലാസോ പോലത്തെ ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട്. ബോട്ടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലൈനിങ് ചിലപ്പോൾ നല്ല ലൈനിങ് ഇടുകയാണ് നല്ലത്. ബോട്ടം ലൈനിങ് ഇടാണ്ട് എൻ്റെ ഒരു കസിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈനിങ് ഇടാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ലൈനിങ് ഇട്ട് പലാസോ പോലെ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എ ലൈനായിട്ടോ നല്ല സിമ്പിളായിട്ട് ഭയങ്കര എലഗൻ ലുക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. നെക്കിലൊക്കെ വേണമെങ്കിൽ ബീഡ്സിൻ്റെ വർക്കൊക്കെ കൊടുക്കാം കേട്ടോ. 220 പെർ മീറ്റർ. നെക്സ്റ്റ് ഷെയ്ഡ് അതിൻ്റെ ഒരു ഗ്രേ ആണ് കേട്ടോ. നല്ലൊരു ആഷ് കളർ, ഒരു പേസ്റ്റലൊരു ഗ്രേ. ഭയങ്കര ഭംഗിയുണ്ട്. റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരും. ആ ഒരു നമ്മൾ ജോർജറ്റിലൊക്കെ ഇങ്ങനത്തെ പല മെറ്റീരിയൽസും കണ്ടിട്ടുണ്ടെങ്കിലും പ്ലെയിൻ ജോർജറ്റിലൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേക എലഗൻസ് ഉണ്ട്. കാരണം ഇതിനൊരു സിൽക്ക് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നും. കണ്ടോ, പ്ലെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടാലും ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ഒത്തിരി പേര് ഇത് കൊണ്ടുപോയിട്ട് ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തുനിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയതിൽ ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഈ ചിനോണ്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഗ്രേ. ഒരു ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, ഒരു
നല്ലൊരു പേസ്റ്റൽ ഗ്രേ ആണ് കേട്ടോ. അടുത്ത അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക്. ഇതൊക്കെ കുറച്ചുള്ളൂ കേട്ടോ. പിങ്ക് ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക്. പിന്നെ വന്നിരിക്കുന്നത് പീച്ച്. പീച്ചിൻ്റെ ഈ പ്രാവശ്യം ഞാൻ ഒത്തിരി എടുത്തില്ല, ഇത് ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പീച്ച് ഒത്തിരി ഫാൻസ് ഉള്ള ഒരു ഷെയ്ഡായിരുന്നു ഈ പീച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് കൊണ്ടുവരുന്നു. ഇങ്ങനെ വരുന്നു പീച്ച്. ഇതൊക്കെ ഇട്ട് 2-3 പേര് ഷോപ്പിൽ വന്നായിരുന്നു. ഇത് ഇവിടെ നിന്ന് എടുത്താന്ന് പറഞ്ഞ് കുറേ പേര് ഷോപ്പിൽ വന്നായിരുന്നു. 3 പേര് ഈ പീച്ച് കളർ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ഷെയ്ഡ് ഇതൊരു പേസ്റ്റൽ ഒരു ഗ്രീൻ ടോണാണ്. ഇങ്ങനെ വരും. എല്ലാ ഷെയ്ഡ്സും അടിപൊളിയാണ് കേട്ടോ. നെക്സ്റ്റ് ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന റാണി ഷെയ്ഡാണ് കേട്ടോ. ഇതും കുറച്ചുള്ളൂ. ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇത് ദുപ്പട്ട ആക്കാനൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതിനെങ്കിലും മാച്ച് ചെയ്ത് ദുപ്പട്ട ആക്കണമെങ്കിലും നല്ല മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. 220 per meter. നെക്സ്റ്റ് റെഡാണ് കേട്ടോ. ക്രിസ്മസിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റെഡാണ്. നല്ലൊരു ബ്ലഡ് റെഡ് കളർ കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു റെഡാണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അത് ആ ഒരു സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഉള്ള ഒരു ഫിനിഷിംഗ് ആണ് അതിന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒത്തിരി പേരുടെ അടുത്ത് ചോദിച്ചത് ചെറിയ ഡിലേ വന്നു നമുക്കിവിടെ എത്താനായിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ലേറ്റ് ആയത് കേട്ടോ. ഇത് ചുമ്മാ ഒരു എ ലൈൻ ഫ്രോക്കോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള സ്ലിറ്റഡ് ആയിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാ ഭയങ്കര സിമ്പിളും ആയിരിക്കും. ഷെയ്ഡാണ് ഒരു രക്ഷയില്ലാത്തത് കണ്ടോ. ഇത് ഭംഗിയാ നോക്കി കാണാൻ. സാരി ആക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ വരും. ഇത് ഭംഗിയാ നോക്കി. ഇത് നിങ്ങൾക്ക് ക്രിസ്മസിന് നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ട് എടുക്കാൻ വേണമെങ്കിൽ ടോപ്പ് മാത്രമായിട്ട് എടുക്കാം. ടോപ്പും ബോട്ടവും ദുപ്പട്ടയായിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെ വരും. കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഉടുപ്പ് തയ്ക്കാനും ഒക്കെ നല്ലതാണ്. കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. സാരി ആക്കാൻ നല്ലതാണ്. ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. 220 ആണ് പെർ മീറ്റർ റേറ്റ്. ആൻഡ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യോക്ക് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ സെയിം കളർ നിങ്ങൾക്ക് റെഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് വന്നിരിക്കുന്നത് ഇതിനകത്തേക്കൊരു റെഡിൻ്റെ ഒരു മിക്സ് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു യോക്ക് കൊടുത്തിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം. സ്ലീവ്സിൻ്റെ പോർഷൻ കൊടുത്തിട്ടോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ സാരി എടുത്തിട്ട് അത് ബ്ലൗസ് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇങ്ങനെ വരും. സാരി ബ്ലൗസും ആണെങ്കിൽ അല്ലെങ്കിൽ യോക്ക് കൊടുത്ത് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ വരും. ഇത് വരുന്നത് പൊസിഷൻ പ്രിന്റിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ചിനോൺ ഫാബ്രിക് ആണ്. ഇതൊരു കുറച്ചുകൂടി ഒരു സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ വരുന്നു. 220 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഈ വർക്കുള്ള മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ് 445 ആണ് കേട്ടോ. ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് ഇങ്ങനെ വരും. ഇത് നമുക്ക് യോക്ക് പോലെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പും ഇത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്കേർട്ട് പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് ഇത് ടോപ്പ് കൊടുക്കുമോ അങ്ങനെ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്ന മെറ്റീരിയലാണ്. നെക്സ്റ്റ് ഒരു വാഴയിലക്കൂമ്പിൻ്റെ കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഗ്രീൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര രസമുള്ള ഈ പ്രാവശ്യത്തെ എല്ലാം നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഷെയ്ഡ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ. ഒരു രക്ഷയില്ല അങ്ങനത്തെ ഒരു ഗ്രീനാണ് കേട്ടോ. ഇങ്ങനെ വരും. സാരി ആക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു സാരി കുറച്ച് വർക്കുള്ളൊരു ബ്ലൗസും കൂടി കൊടുത്താൽ നല്ല രസമായിരിക്കും. ഇത് കണ്ടോ എന്ത് ഭംഗിയാ നോക്കി. വെറുതെ ഒരു സ്ലിറ്റ് ടോപ്പ് അടിച്ചാലും സെയിം ദുപ്പട്ട ഇട്ടാലും നല്ല രസമായിരിക്കും. കാരണം ഇതൊരു സിമ്പിളായിട്ട് എലഗൻ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇത് കണ്ടോ ഒട്ടും വണ്ണവും തോന്നത്തില്ല അങ്ങനെ. ആൻഡ് ഇതും നമുക്ക് ആ ഒരു സെയിം ഫാബ്രിക് സെയിം ഷെയ്ഡിലേക്കുണ്ട് ഇങ്ങനെ വരുന്നത്. കണ്ടോ ഇത് ഭംഗിയാ നോക്കി. ഇത് യോക്ക് കൊടുത്തിട്ട് ചെയ്താൽ നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ സാരി ബ്ലൗസ് ആയിട്ട് എടുക്കാം. ഇത് കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം കേട്ടോ. 445 ആണ് ഈ വർക്കുള്ള മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ്. 220 ആണ് ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് കേട്ടോ. 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. ഇത് 1/2 മീറ്റർ ആയിട്ട് ആയിരിക്കും കേട്ടോ. നമ്മൾ മിനിമം കട്ട് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ 1/2 മീറ്റർ ആയിട്ടായിരിക്കും മിനിമം കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ വരും. അടുത്ത ഷെയ്ഡ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേസ്റ്റൽ ടോൺ ആണ് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡ് വേണ്ടുന്നവർക്ക് വേഗം എടുത്തോ. ഇത് നിങ്ങൾക്കൊരു കല്യാണമൊക്കെ വരുന്നുണ്ടെങ്കിൽ ബ്രൈഡ്സ് മെയ്ഡ്സിനൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സിനൊക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഫ്ലോയി ആയിട്ടുള്ള ഒരു അനാർക്കലി ടൈപ്പോ അല്ലെങ്കിൽ അംബ്രല്ല കട്ടിലോ അങ്ങനെയുള്ളൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. സാരി ആയിട്ട് എടുത്തിട്ട് എല്ലാവർക്കും ഒരേപോലത്തേക്ക് ചെയ്യാനായിട്ടും നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഒരു സ്കൈ ബ്ലൂ ടോണാണ്, ഒരു പൗഡർ ബ്ലൂ ടോണാണ്. അതിലേക്കും നമ്മൾക്ക് കറക്റ്റ് ആ ഒരു ഫാബ്രിക് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ ഇത് ഭംഗിയാ നോക്കിയേ.
ഇത് യോക്ക് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ലതാണ്, സാരി ബ്ലൗസ് ആക്കാനും നല്ലതാണ്. കറക്റ്റ് കളർ വേണ്ടോ, എല്ലാത്തിനും നമ്മൾ ഇന്ന് കാണിച്ച എല്ലാം കറക്റ്റ് അതിനോട് മാച്ചിങ് ആവുന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇത് 1 ലെയർ ഞാൻ ഈ ഡാർക്ക് ഷെയ്ഡ് ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് കണ്ടോ ഇങ്ങനെ വരും. ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ. മോം ഡോട്ടർ കോംബോ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. പിള്ളേർക്ക് ഫ്രോക്കോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരിയോ സൽവാറോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വർക്കുള്ള മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ് 445 ആണ്. പ്ലെയിൻ മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 220. നാളെ സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഡിസംബർ മന്തിലെ എല്ലാ സൺഡേസിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. ഒത്തിരി റിക്വസ്റ്റ് ഉണ്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഷോപ്പിൽ വരാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡിസംബർ മന്തിലെ എല്ലാ സൺഡേസും നമ്മൾ വർക്കിംഗ് ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷോപ്പിലേക്ക് വരണമെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. മൂവാറ്റുപുഴ MC റോഡിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത്. നിയർ ടു നമ്മുടെ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ആൻഡ് ഇങ്ങോട്ട് MC റോഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് താഴോട്ട് ഒരു ചെറിയ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു റോഡൊന്ന് താഴെയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ നേരെ MC റോഡ് നോക്കി പോകുന്നവർക്ക് ജസ്റ്റ് ഒരു റോഡ്, ഒരു താഴോട്ടൊരു റോഡുണ്ട്. മെയിൻ റോഡ് തന്നെയാണത്. പുതിയ റോഡ് എടുത്തു പോയപ്പോൾ പഴയ റോഡ് താഴെ അങ്ങനെ 2 റോഡായി പോയതാണ് കേട്ടോ. അപ്പോൾ രണ്ടും MC റോഡ് തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴോട്ടൊരു റോഡുണ്ട്, അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ആക്സിസ് ബാങ്ക് ലൊക്കേഷൻ നോക്കുക. മൂവാറ്റുപുഴ സൈഡിൽ നിന്ന് വരുന്നവർ, മൂവാറ്റുപുഴ ടൗൺ വഴി വരുന്നവർ കേട്ടോ. ആക്സിസ് ബാങ്കിൽ നിന്ന് നോക്കുമ്പോൾ നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ഷോപ്പ് കാണുന്നത് കേട്ടോ. താഴോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. ഞാനത് MC റോഡ് എന്നാണ് എപ്പോഴും പറയാറ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇനി വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ആക്സിസ് ബാങ്ക് എത്തിയിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ ഷോപ്പ് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ജാം കോട്ടൺ ഫാബ്രിക് ഇത് കണ്ടോ, നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഒത്തിരി കളേഴ്സിൽ ചെയ്തിരിക്കുന്നതാണ്. അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ. ജാം കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടനും ഒരു സിൽക്കും കൂടെ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് നമുക്ക് ടോപ്പ് ബോട്ടം കോട്ട് സെറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. ആൻഡ് ബോട്ടത്തിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കാറ്. പക്ഷേ ഇത് ടോപ്പ് കോട്ട് സെറ്റ് പോലെ ചെയ്യാൻ നല്ലതാണ്. ഇത് കണ്ടോ, ഇത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇപ്പം ഇച്ചിരി സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പെർഫെക്ഷനിൽ വരുമ്പോൾ നല്ല ബോഡി ഷേപ്പിൽ ഇരിക്കാൻ മാത്രമുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ, ഒരു സിൽക്ക് മിക്സ്ഡ് കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ആൻഡ് ഷർട്ട് തയ്ക്കാനായിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഷർട്ട് ആരെങ്കിലും ക്രിസ്മസിൻ്റെ ആ ഒരു ഇതിനോടായിട്ട് ബോയ്സ് ആരെങ്കിലും ഒരേതുപോലത്തേക്ക് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഷർട്ട് അടിക്കാനായിട്ട് അടിപൊളി മെറ്റീരിയലാണ്. നല്ലൊരു ബ്ലഡ് റെഡ് കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൻ്റെ കൂടെ ബോട്ടത്തിനൊക്കെ. ആൻഡ് 185 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ആൻഡ് ഇത് നമുക്ക് ക്രിസ്മസ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നതാണ്. വൈറ്റ് കളറിലേക്ക് ഇത് കണ്ടോ, ത്രെഡ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്, മെഷീൻ എംബ്രോയിഡറി വന്നിരിക്കുന്ന സ്ലബ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് 215 215 രൂപയാണ് കേട്ടോ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. ഇതിനോട് കൂടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ടായിട്ട് എടുക്കാം. ഈ ഒരു വൈറ്റ് കളറിനോട് കൂടിയിട്ട് ബോട്ടായിട്ട് എടുക്കാം. ഈ മെറ്റീരിയൽ ഇങ്ങനെ വരും. 44 ഇഞ്ചസ് വിത്ത് വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. ചെറിയൊരു സിൽക്കിൻ്റെ ഒരു ലുക്കും ഉണ്ട്. ഇതാ ഇങ്ങനെ വരും. നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. 215 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. വേഗം ബുക്ക് ചെയ്തോ. ബോട്ടം മെറ്റീരിയൽ 185 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ്. ആൻഡ് ആ ഒരു ചിനോൺ സിൽക്ക് റെഡ് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം. കറക്റ്റ് മാച്ചിങ് അല്ല, ഇച്ചിരി ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് പോകും കേട്ടോ. ഇട്ട് വരുമ്പോൾ അത്ര വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ല. സോ ആ റെഡ് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് ബോട്ടായിട്ട് എടുക്കാം. ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ വരും. ഇത് പള്ളിയിൽ കരോളിനൊക്കെ ഇടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കരോളിന് ഇടാനും അതുപോലെ ഓഫീസിൽ ഓരോ ഇതുപോലത്തേക്ക് ഇടാനൊക്കെ ആയിട്ട് ഒക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ക്ലോസ് ലുക്ക് കണ്ടോ കേട്ടോ. ഇങ്ങനെ വരും എംബ്രോയിഡറി വർക്ക്. ഇങ്ങനെയാണ് എംബ്രോയിഡറി. നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി ആണ്. ഒരു റെഡും ഓറഞ്ചും ഷെയ്ഡിലേക്കാണ് എൻ്റെ എംബ്രോയിഡറി വർക്ക് പോയിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരും. നല്ല മെറ്റീരിയലാണ്. വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് കേട്ടോ നമ്മൾ ചിനോൺ മെറ്റീരിയൽ കാണിച്ച ഇതാണ്. സോ ഇതിന് നിങ്ങൾക്ക് ബോട്ടായിട്ട് ഇത് എടുക്കാം. ഒരു 10% ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് കളേഴ്സും കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എല്ലാ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. സോ ഷുവർ ആയിട്ടുള്ളവർ മാത്രമാണ് പർച്ചേസ് ചെയ്യാവുള്ളൂ. ആൻഡ് ഒരു 5% കളർ ചേഞ്ച് എക്സ്പെക്ട് ചെയ്യണം. കാരണം നമ്മൾ എടുക്കുന്ന ഫോണും നിങ്ങൾ കാണുന്ന ഫോണും അതിൻ്റെ ഡിസ്പ്ലേ തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കളർ ചേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക കേട്ടോ. നമുക്ക് മാക്സിമം നമ്മൾ നേരെ കാണുന്ന ആ ഒരു എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ പ്രത്യേകം ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ കറക്റ്റായിട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ 95%
കറക്റ്റ് തന്നെയാണ് എത്തിക്കാൻ നോക്കുന്നത്. 5% നിങ്ങൾ കാണുന്ന ഫോണിൻ്റെ ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വരും. ഇത് റെഡ്, ഇത് നല്ലൊരു ചില്ലി റെഡും ബ്ലഡ് റെഡും മിക്സ് ആണ്. ഇത് കറക്റ്റ് ബ്ലഡ് റെഡ് ആണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത്. ഇതിലേക്ക് ഇച്ചിരി ഒരു സിൽക്കിൻ്റെ മെറ്റീരിയലിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഒരു സിൽക്ക് ഫിനിഷ് ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു ചില്ലി റെഡ് കൂടുതൽ നിൽക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ബ്ലഡ് റെഡിലേക്ക് നിൽക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ബോട്ടവും ടോപ്പും ആയിട്ട് എടുക്കാം. ഇത് ചിനോൺ സിൽക്ക് ആണ് കേട്ടോ ഞാനീ പറയുന്നത്. 220 per meter വരുന്ന ചിനോൺ സിൽക്ക് നമ്മൾ ആദ്യം കാണിച്ച മെറ്റീരിയലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് ടോപ്പും ഷോളും ആയിട്ട് എടുത്തിട്ട് ചിനോൺ എടുത്തിട്ട് ബോട്ടം ജാം കോട്ടൺ ആയിട്ട് എടുക്കാം. ഓക്കെ, 220 per meter ഇതിന് വരുന്നു. 185 ജാം കോട്ടൺ. ആക്ച്വലി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഒരു വീഡിയോസിലും ആരും പറയുന്നില്ല. ജസ്റ്റ് മെറ്റീരിയൽസ് കാണിച്ച് പോകുന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സ് തന്നെ പറയാറുണ്ട്, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മോളാണ് കേട്ടോ പറയാറുള്ളൂ, ബാക്കി ആരും പറയാറില്ല എന്ന് എൻ്റെ അടുത്ത് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, വീഡിയോ ഇത്രയും ലെങ്തി ആയി പോകത്തില്ലേ. ഇങ്ങനെ വരും. നെക്സ്റ്റ് മെറ്റീരിയൽ ഈ ഒരു ഹക്കോബ ഫാബ്രിക്, റെഡ് കളറിലേക്ക് നല്ലൊരു ചില്ലി റെഡ് മിക്സ് ആണ് മെറ്റീരിയൽ. ഹക്കോബ ഫാബ്രിക്കിലേക്ക് ചെറിയൊരു ചില്ലി റെഡിന്റെ മിക്സ് ഉള്ള ഒരു റെഡ് കളറാണ്. ഇങ്ങനെ വരും. ക്രിസ്മസ് ആയതുകൊണ്ട് റെഡ് ആണല്ലോ എല്ലാവരും നോക്കി നടക്കുന്നത്. ഇങ്ങനെ വരും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. പുതിയ അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട്. ബനാറസി സൽവാർ സെറ്റ്സിനൊക്കെ എല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ മിസ്സാകാതെ കാണണം. അപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.